നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ജനനസംഖ്യ 2. 2 എന്ന സംഖ്യ ചന്ദ്രഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള സംഖ്യയാണ്. 2-ന് 1-ൻ്റെ ആധിപത്യമുള്ള സൂര്യൻ്റെ സ്ത്രീ ലക്ഷണങ്ങളെല്ലാമാണ് ഉള്ളത്. 1ഉം 2ഉം ജന്മസംഖ്യയുള്ളവർ സ്പഷ്ടമായ വിപരീത സ്വഭാവത്തോട് കൂടിയവരാണെങ്കിലും ഇരുകൂട്ടരും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടും സ്നേഹാദരങ്ങളോടും ഒത്തൊരുമയോടും കൂടിയും വർത്തിക്കുന്നവർ ആയിരിക്കും. ഓരോ മാസത്തിലും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 2 എന്ന സംഖ്യയിൽ ഭരിക്കപ്പെടുന്നവരാണ്. ഈ സംഖ്യ ചന്ദ്രഗ്രഹത്തെ കുറിക്കുന്നതാകയാൽ ഈ സംഖ്യാജാതർ പൊതുജനപ്രീതി ആർജിക്കുന്നവരൊക്കെ ആയിരിക്കും. പിന്നെ ഇവർ വളരെ സൗമ്യശീലരും കൽപ്പനാ വൈഭവമുള്ളവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നേരിൽ കാണുന്ന കാഴ്ചകളേക്കാൾ കാൽപ്പനിക സൗന്ദര്യമാണ് ഇവരുടെ കരളിനെ കൂടുതലായിട്ടും കവരുന്നത്. സങ്കല്പ ലോകത്തിൽ വിഹരിക്കുന്നവരാണ് ഇവർ കൂടുതലായും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കലാപ്രവർത്തനങ്ങളും കലാസൃഷ്ടികളും ഇതൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യരായിരിക്കും. ഈശ്വരവിശ്വാസികളായിരിക്കും. മറ്റാരെയും ഇവർ കൂടുതലായി വിശ്വസിക്കുകയില്ല. അതുകണക്ക് തന്നെ ആർക്കും എന്ത് പരോപകാരം ചെയ്യുവാനും ഇവർ വളരെയധികം തൽപരരായിരിക്കും. പക്ഷെ തിരിച്ചാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള പ്രത്യുപകാരം ഇവർ പ്രതീക്ഷിക്കുകയില്ല. അതുകണക്ക് തന്നെ ശാരീരിക ഗുണത്തേക്കാൾ മാനസിക ഗുണമാണ് ഇവർ കൂടുതലായിട്ടുള്ളത്. എന്നിരുന്നാലും മനസ്സുറപ്പ് ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല. പിന്നെ അതേ കണക്ക് തന്നെ വൈരാഗ്യബുദ്ധി ഇച്ചിരി കൂടുതലായിരിക്കും. മുൻകോപവും കൂടുതലായിരിക്കും. അപ്പോൾ ഈ വൈരാഗ്യബുദ്ധിയും ഒരു മുൻകോപമൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവരുടെ ജീവിത രീതി നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കും. കാരണം അല്ലെങ്കിൽ ശത്രുക്കളേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ദോഷവശം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതേ കണക്ക് തന്നെ ഇവരുടേതായിട്ടുള്ള ജോലിയുടെ കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ ജൂവലറിയൊക്കെ തുടങ്ങുവാനും അങ്ങനെതായിട്ടുള്ള ജൂവലറിയുമായിട്ടുള്ള ജോലികളും അതേ കണക്ക് തന്നെ സാഹിത്യം അതേ കണക്ക് തന്നെ ഈ സംഗീതങ്ങളിലൊക്കെ വളരെയധികം തൽപരരായിരിക്കും. ഇതിനകത്തൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ ഉയരങ്ങളിലോട്ടെത്തുവാൻ സാധിക്കുന്നതൊക്കെ ആയിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ ഇവർക്ക് മറ്റുള്ള ഒരു ശരീരത്തെക്കുറിച്ചൊക്കെ ഇട്ടാണെങ്കിൽ ഇവർക്ക് എപ്പോഴും ഒരു ശരീരസ്ഥിതിക്ക് ഇച്ചിരി വെള്ളം അധികം ആവശ്യമാണ്. അപ്പോൾ എപ്പോഴും ദാഹമൊക്കെ ഇവർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും. അങ്ങനെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല ഭാര്യയും മക്കളൊക്കെ ഉണ്ടാകുന്നതൊക്കെ നല്ല രീതിയിൽ ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതമൊക്കെ ആയിരിക്കും ഇവർ കിട്ടുന്നത്. പിന്നെ സ്ത്രീകളുടേതായിട്ടുള്ള പ്രത്യേക കാര്യവും ഏകദേശം ഇത് കണക്ക് തന്നെയാണ്. സ്ത്രീകൾക്ക് നല്ല അടിയുറച്ച ദൈവവിശ്വാസവും അതേ കണക്ക് തന്നെ വീട്ടിൻ്റെ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഭർത്താവിനെയും മക്കളെയും ഒക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും നല്ല ജീവിതത്തിലൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതാണ്. അതേ കണക്ക് തന്നെ സ്വന്തം കാര്യപ്രാപ്തിക്ക് വേണ്ടി മറ്റുള്ള തൊഴിലൊക്കെ അത് സർക്കാരായാലും ഏത് പ്രൈവറ്റ് ജോലിയാണെങ്കിൽ പോലും അതൊക്കെ ജോലി കിട്ടണം എന്നുള്ള ചിന്താഗതിയൊക്കെ സ്ത്രീകൾക്ക് ശരി കൂടുതലായിരിക്കും. പിന്നെ ഇവരുടെ ശുഭദിനങ്ങൾ ഏറ്റവും നല്ല ഒരു ദിവസ തീയതികളും അത് 2, 11, 20, 29 പരസ്പര പെരുമാറ്റത്തിന് പറ്റിയ അതേ കണക്ക് തന്നെ 1, 10, 19, 28 ശുക്രൻ്റെ സംഖ്യയായ 6, 15, 24 കേതുവിൻ്റെ സംഖ്യയായ 7, 16, 25 എന്നീ തീയതികളിലും ഏതെങ്കിലും അതേ തിങ്കൾ, ഞായർ, വെള്ളി എന്നീ വാരങ്ങളും ഏതിനോടെങ്കിലും യോജിച്ചു വന്നാൽ അന്നത്തെ പ്രവർത്തന ഫലം അത്യന്തം ശുഭപ്രദമായിരിക്കും. ഇവിടെയുള്ള ശുഭദിനങ്ങൾ അതാണ് ഭാഗ്യദായകമായ വാരങ്ങൾ ഞായർ, തിങ്കൾ, വെള്ളി എന്നീ ആഴ്ചകളാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ 2 തീയതികളിൽ ജനിച്ചവർ ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനും അതേ കണക്ക് തന്നെ സാമൂഹ്യ പരിവർത്തനവാദികളിലും സമുദായ കാര്യങ്ങളെല്ലാത്തിനകത്തും വളരെ നല്ല രീതിയിൽ ഉയരങ്ങളെത്തുവാനും എല്ലാവരുടെ രീതിയിലും ഒതുക്കിയുമായ രീതിയിലും ഒക്കെ പോകാൻ പറ്റിയ നല്ലൊരു സംഖ്യയിലാണ് 2 എന്നിട്ട് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.